ആണും പെണ്ണും മാർക്കറ്റിന്റെ ശരീരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം പുരുഷന്മാരില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്ന് കിട്ടി. കോഴിയുടെ പ്രസൻസും അവളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അന്ന് അവൾക്കൊരു ഫ്ലർട്ടിങ്ങിനെ നമ്മൾ മോശമായി കാണുന്നത് അത് മോശമായ രീതിയിൽ ഒരു മനുഷ്യനെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. സത്യത്തിലെ പുരുഷന്മാരെ അത് മനസ്സിലാക്കിയെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവാണ്. എല്ലാ ഫീലിങ്സും അവരും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. സ്ത്രീ സങ്കടങ്ങളുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തരം സമ്മർദ്ദങ്ങളും ആകുലതകളും സന്തോഷങ്ങളും കൊണ്ടുവരുന്ന പെണ്ണുങ്ങളാണ് അവിടെ. ഓടി വന്നു, ഞാനിപ്പോൾ കാല് കയറ്റി വെച്ച് ഇങ്ങനെ ഞെടിഞ്ഞിരുന്നു സംസാരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ പ്രശ്നത്തിലാവും. സത്യത്തിൽ തൊഴിലില്ലായ്മയും ജീവിത മാർഗം മുട്ടിപ്പോകുന്നതും അധിക ഇൻഫ്ലേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മളതുപോലെ തന്നെ. പുരുഷന്മാരുടെ സങ്കടവും സങ്കടം എന്നുള്ളത് സിസ്റ്റത്തിന്റെ ഇരകളാണ് നമ്മൾ. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ അത് സ്ത്രീനെ മാത്രമല്ല ബാധിക്കുന്നത്, പുരുഷനെയും ബാധിക്കുന്നതാണ്. ഞാനൊരു കുലസ്ത്രീയായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അത് എൻ്റെ മാത്രം വ്യക്തിപരമായ ചോയ്സ് ആയിരിക്കുന്നിടത്തോളം എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല. കുലസ്ത്രീ എന്ന വേട് കുലത്തെ സംരക്ഷിക്കുന്നവൾ എന്നുള്ളതാണ്. സർവം സഹയായത് പെണ്ണ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് ആ വീഡിയോ വന്നാൽ മതി, അതിന്റെ താഴെ ഒന്ന് ഏജിസം വരും. തള്ള എന്ന് പറയണ കേട്ടില്ല, തള്ളാന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. പൂർണ്ണമായിട്ടും ഗവൺമെന്റ് നിർമ്മിച്ച ഒരു സിനിമ, കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ. ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് അതിഥികളുണ്ട്. 3 പേർക്ക് നമസ്കാരം. നമസ്കാരം. ഇത്ര ഇൻട്രോ ഒക്കെ കൊടുത്തതിന്റെ ഇതിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക. എന്താ കുട്ടി പറയാൻ പോകുന്നതെന്നല്ലേ. നമുക്ക് ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. വിക്ടോറിയ എന്ന തോട്ട് എവിടുന്നാ വന്നത്? ഞാൻ അങ്കമാലി അടുത്താണ് എൻ്റെ വീട്. അപ്പം അങ്കമാലിയിലുള്ള ഒരു ബ്യൂട്ടി പാർലർ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ ഒരു പൂവങ്കോഴി ഇരിക്കുന്നുണ്ടായിരുന്നു പാർലറിൻ്റെ അകത്ത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു ബ്യൂട്ടീഷ്യൻ എന്നോട് പറഞ്ഞു ഇത് എടപ്പള്ളി പള്ളിയിൽ നേർച്ചയ്ക്ക് കൊടുക്കാനുള്ള ഒരു കോഴിയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഐഡിയ സ്പാർക്കാവുന്നത്. പിന്നീട് കേരള സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് വരികയും അതിൽ അപ്ലൈ ചെയ്യും, അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യായിരുന്നു. അപ്പം വിക്ടോറിയ എന്നല്ല, അതിൻ്റെ ഇടയിലൊരു വിക്ടിം എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ ഒരു അതിജീവിതയുടെ കഥയാണ് പറയുന്നത്. റൈറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇങ്ങനെ ഒരു ആളെ മീറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഒരു കോൺഫ്ലിക്റ്റ് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് എഴുതുന്നത്. പിന്നെ ഇതിൽ വരുന്ന പല സ്ത്രീകളും ഞാൻ കണ്ട് പരിചയപ്പെട്ടുള്ള ആൾക്കാരും എനിക്ക് ജീവിതത്തിൽ അറിയാവുന്ന ആളുകളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ അവാർഡ് കിട്ടിയതിനേക്കും അവാർഡ് വേദികളിൽ എനിക്ക് സംസാരിച്ച സംഭാഷണമാണ് ഒരുപാട് ഇഷ്ടപ്പെടുക. ഈവൻ ചൈനയിലായിരുന്ന സമയത്തും അവാർഡ് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കരയാണോ ചിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ IFK വേദിയിൽ ഒരു അവാർഡ് കിട്ടിയ സമയത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരിക്കലും കിട്ടില്ല, എന്നാൽ എനിക്ക് കിട്ടിയല്ലോ എന്നൊരു അഭിമാനവും സന്തോഷം ആ സ്പീച്ചിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഷാങ്കായിലേക്ക് പോവാ, ഞാൻ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്നത് ഈ സിനിമയുടെ മുംബൈ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലം കാണുന്നത് ഷാങ്കായി ആണ്. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വിന്നായിരുന്നു. അപ്പൊ അതിന് അത്രയും വലിയ നമ്മള് ഈ വീഡിയോയിലൊക്കെ കാണില്ലേ, ഓസ്കാറിന്റെ പോലത്തെ ഉള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു, ഒരു സ്റ്റേജ് ആയിരുന്നു, വെൽക്കമിങ്ങും അതേപോലെ. അതെ. അപ്പം അവിടെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പറ്റിയതിലായിരുന്നു എന്റെ വിൻ അവിടെയായിരുന്നു. അപ്പൊ അതിന് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് വേറെ ആർക്കെങ്കിലും പോകുന്നു തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അവര് വിളിച്ചപ്പോ പോലും എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ അങ്ങനെ പേരുള്ള ഏതോ ഒരു കുട്ടിക്ക് കിട്ടി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ചൈനീസിലാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ആ ആക്സെന്റിൽ അവര് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ശിവ അതേ വിളിച്ചു പോകുന്നു. അപ്പൊ അത് പക്ഷെ സ്പീച്ച് ചൈനീസിലായിരുന്നു. അത് ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നു. അതെന്താ അറിയോ, നമ്മൾ ആ സിനിമ ആദ്യത്തെ രണ്ടാമത്തെ സ്ക്രീനിങ് കഴിഞ്ഞപ്പം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ചൈനീസും അറിയില്ല. അപ്പൊ അവർക്കാണെങ്കിൽ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെയാ. അവർക്ക് എന്താ പറയണ്ടേന്നുള്ളത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷും ചൈനീസും അറിയാവുന്ന ഒരു വോളണ്ടിയർ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അയ്യോ ഇവരടുത്ത് എന്തെങ്കിലും നന്ദി പറയണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു 3rd സ്ക്രീനിങ് ആവുമ്പോഴേക്കും ഇവരടുത്ത്
താങ്ക് യു വിക്ടോറിയനെ സപ്പോർട്ട് ചെയ്തതിനും വന്ന് കണ്ടതിനും താങ്ക് യു ഷാങ്കായ് എന്നുള്ളതിന് ചൈനീസ് എന്താന്നുള്ളത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വോളണ്ടിയറിന്റെ അടുത്ത് ചോദിച്ച് ഞാൻ പഠിച്ചു സ്ക്രീനിങ്ങിന്റെ സമയത്ത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 3rd സ്ക്രീൻ ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റിയില്ല, അവിടെ എത്താൻ പറ്റിയില്ല സമയത്ത്. അപ്പൊ ഞാൻ എന്താണ് കഷ്ടപ്പെട്ട് കുറെ ചൈനീസ് പഠിച്ചിട്ട് ആർക്കും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് അവാർഡ് വരുന്നത്. സമയത്ത് കാച്ചി. ചേച്ചി നമസ്കാരം. ഒരുപാട് കാലത്തിന് ശേഷം സംസാരിച്ചതിന് ശേഷം ചേച്ചിനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷിച്ചത്, എങ്കിലും ഭയങ്കര സന്തോഷം. മീൻസ് ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. എങ്കിലും ഭയങ്കര സന്തോഷം. ഈ സിനിമയിൽ ചേച്ചിയുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയും. ഈ സിനിമ നിങ്ങൾ കണ്ടിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, കണ്ടിട്ടില്ല. ചെറിയ നേരത്തെ ആർട്ടിക്കിളൊക്കെ വായിച്ചാറേ ഉള്ളൂ. ശിവരഞ്ജിനി പറഞ്ഞതുപോലെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു, അല്ലെങ്കിൽ നമ്മളൊരു ടൗൺഷിപ്പായി വികസിച്ച് തുടങ്ങുന്ന ഒരു സ്ഥലത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മകളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് അവർ റെഡി ആവുകയാണ്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ടാണ് അവർ ബ്യൂട്ടി പാർലറിൽ വരുന്നതും. അപ്പോൾ മകളൊക്കെ പറയുമല്ലോ സ്വാഭാവികമായിട്ടും യാത്ര ചെയ്യുമ്പോൾ കുറേ കൂടിയൊക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആദ്യമായിട്ട് ഡൈ ഒക്കെ ചെയ്യാനായിട്ട് ഹെന്നയൊക്കെ ചെയ്യാനായിട്ട് വരുന്ന ഒരു മിഡിൽ ക്ലാസ് വീട്ടമ്മ, അങ്ങനെ ഒരു കഥാപാത്രമാണ് ഞാൻ അതിനകത്ത് ചെയ്തത്. പിന്നെയെന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കുറേ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും അവരും അതിനകത്ത് ഈ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അവരുടെ കുറേ സംഘർഷങ്ങളായിട്ടുള്ള കുറേ കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്പേസിലാണ് അത് സംഭവിക്കുന്നത്. കുറച്ച് സ്ത്രീകളും അതിൻ്റെ ഒരു ഇമോഷണൽ സ്പേസും അതിൻ്റെ ആക്ടിങ് സ്പേസും ഒക്കെ ഒറ്റ ഇടമാണെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഒരു സിംഗിൾ ഷോട്ടുകളാണ് കൂടുതലെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതൊരു ലിമിറ്റഡ് സ്പേസ് ആണ്. അപ്പം ഓൾറെഡി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം 1, 2 എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ, അപ്പം അതെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്ര കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തത്, എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ലോങ് ടേക്സ് ആണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. കുറച്ച് ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് അത് തന്നെയാണെന്നുണ്ടായിരുന്നു. പിന്നീട് ആക്ടേഴ്സിനെ നമ്മൾ ഓഡിഷൻ ചെയ്ത് ജോളി ചേച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും ഓഡിഷനിലൂടെ വന്നതാണ്. ജോളി ചേച്ചിയുടെ ക്യാരക്ടറാണ് എനിക്ക് എഴുത്തിൽ തന്നെ ഉറപ്പുണ്ടായിരുന്നത്. ജോളി ചേച്ചി തന്നെ ചെയ്യണം. ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു ജോളി ചേച്ചി. ഞാൻ വേറെ സിനിമകളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആസ് എ ലൈക്ക് ഒരു ശരിക്കും ജീവിതത്തിലും വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അഭിപ്രായങ്ങളായാലും ജോളി ചേച്ചി സംസാരിക്കുന്ന രീതിയാണെങ്കിലും. പക്ഷെ അതുപോലെ തന്നെ ജോളി ചേച്ചിയുടെ അഭിനയവും എനിക്ക് പർട്ടിക്കുലർലി വളരെ, അപ്പം എന്തെങ്കിലും ഈ സിനിമയിൽ എന്തായാലും ജോളി ചേച്ചി വേണമെന്നുണ്ടായിരുന്നു. നമുക്കൊരു കോമൺ ഫ്രണ്ട് ത്രൂ ആണ് ജോളി ചേച്ചി വരുന്ന സിനിമയിലേക്ക്. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്, ഞാൻ വിളിക്കുന്നതൊക്കെ. പക്ഷെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. എല്ലാവരും 1, 2 ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ മീനാക്ഷിയുടെ 2ാമത്തെ സിനിമയാണ്, ശ്രീഷ്മയുടെ 2ാമത്തെ സിനിമയാണ്. ബാക്കി എല്ലാവരും തന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഓഡിഷനിലൂടെയാണ് അവരെല്ലാം എടുക്കുകയും പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പ് വെച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ ആ വർക്ക്ഷോപ്പിൻ്റെ അവസാനം തൊട്ട് തന്നെ നമ്മൾ റിഹേഴ്സൽസ് ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ റിഹേഴ്സൽസിൽ എൻ്റെ ക്രൂ, സിനിമാറ്റോഗ്രാഫറും ആർട്ട് ഡയറക്ടറും സൗണ്ടൊക്കെ വന്ന് അപ്പോൾ അവർക്കും ഇത് ഓൾമോസ്റ്റ് ഐഡിയ ആയി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു മിനിയേച്ചർ പാർലർ ക്രിയേറ്റ് ചെയ്തിരുന്നു, എൻ്റെ ആർട്ട് ഡയറക്ടർ അബ്ദു. അപ്പോൾ അങ്ങനെ ഞാനും സിനിമാറ്റോഗ്രാഫറൊക്കെ ഇരുന്നിട്ട് അതിനകത്ത് എങ്ങനെയാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്, എങ്ങനെയാണ് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്, ഇന്ന ആക്ടേഴ്സ് എവിടെയായിരിക്കും. അപ്പോൾ പ്രീ പ്രൊഡക്ഷനിൽ മുഴുവൻ നമ്മൾ അത് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ പിന്നെ ഷൂട്ടിന് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. കാരണം നമ്മൾ ഒരുപാട് ലൈറ്റും ക്യാമറയും മിറേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. റിഫ്ലക്ഷൻസ് ഒഴിവാക്കണം. റിഫ്ലക്ഷൻസ് കുറേയൊക്കെ നമ്മൾ പോസ്റ്റ് ഫിക്സ് ചെയ്തെങ്കിലും ഷൂട്ടിൽ വെച്ച് തന്നെ അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരുടെയും ഇതിലൂടെയാണ് നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ചെയ്തിരുന്നു. ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒരുപാട് റിഹേഴ്സൽസ് ചെയ്തിട്ടാണ് ടേക്ക് പോയിരുന്നത്. അപ്പോൾ അവർക്കും ഫെമിലിയർ ആയി. ഇപ്പോൾ ക്രൂവിൽ ക്യാമറമാൻ ആയാലും അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ടും വളരെ ഒരു ഫാമിലി പോലെ ഒരു ഇൻറ്റിമസി നമുക്ക് എല്ലാവർക്കും എത്തി. അപ്പോൾ അത് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിംഗിൾ ഷോട്ട് എന്നുള്ള സാധനത്തിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വിഷ്വലിൽ വരാൻ പറ്റിയതെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് റിഹേഴ്സൽസിലൂടെ മാത്രമേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ഒരേ ഒരു പേജിലായാൽ മാത്രമേ നമുക്ക് അങ്ങനെ ലോങ് ടേക്സ് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ലക്കും ഉണ്ട്. ഇപ്പോൾ കോഴിയൊക്കെ ആയിട്ട് ചെയ്യുന്ന സീനുകളിൽ പലപ്പോഴും പാളാൻ സാധ്യതയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്ക് ഒരുപാട് ലക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട്
പിന്നെ ആക്ടേഴ്സും വളരെ ഇപ്പം എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ വരാണെങ്കിൽ തന്നെയും വളരെ സ്പോണ്ടേനിയസ്ലി അത് ഇംപ്രൊവൈസ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്കുന്ന ആക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും. അപ്പം അതും ആ രീതിയിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഈ കോഴിയുടെ കാര്യം പറയുമ്പോൾ ട്രെയിൻഡ് കോഴിയെന്ന് പലപ്പോഴും മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു കോഴീനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യം. മറ്റു ആനിമൽസിനെ പോലെ ഇത് പറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസ് ഒക്കെ അത് കൊള്ളാവുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം അതല്ലെങ്കിൽ ഒരു ആനിമൽ അല്ലെങ്കിൽ ബേർഡ് എന്നൊരു സാധനം നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ? അതെ അതെ, കോഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഇൻസ്പയർ ചെയ്തത്. ഞാൻ പാർലറിൽ ചെന്നപ്പോൾ അവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കോഴിയാണ് എടുക്കുക, ആ കോഴിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ, അപ്പോഴാണ് നമ്മളിങ്ങനെ ആനിമൽസ് ട്രെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നല്ല. അങ്ങനെയാണ് ഷാജിയേട്ടനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഷാജിയേട്ടനാണ് നമുക്ക് ഈ കോഴിയെ തരുന്നതും. ഷാജിയേട്ടൻ്റെ ടീമാണ് നമുക്ക് ഫുൾ ടൈം കോഴിയുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു റിയാക്ഷൻ കോഴിന്ന് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും എന്നൊക്കെ ചെയ്തേ. പിന്നെ വേറെ കോഴികളുടെ വോയിസ് കേൾപ്പിക്കുക. സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ യൂട്യൂബിലൊക്കെ വേറെ കോഴികളുടെ വോയിസ് കേൾപ്പിക്കുമ്പോൾ ഈ കോഴി റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി ധാരണ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളത്. ഈ മീനാക്ഷിയും വിക്ടോറിയയും തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആണ്? വിക്ടോറിയ കുറച്ചുകൂടെ ഇൻട്രോവേർട്ടാണ്. ഞാൻ അത്രയും ഇൻട്രോവേർട്ട് അല്ല. ഞാൻ ഇതിൻ്റെ നടുക്കൊരു പരിപാടിയാണ് എൻ്റെ. അപ്പം പക്ഷെ വിക്ടോറിയയിൽ ഏറ്റവും സിമിലർ ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ബാത്റൂം പോയി കരഞ്ഞിട്ട് പിന്നെ അതൊക്കെ തുടച്ച് വന്ന് ചിരിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും നമുക്ക് ജീവിതത്തിൽ. തീർച്ചയായിട്ടും. അപ്പം അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടും ഏറ്റവും ഓക്കെ ഇതിലെനിക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുള്ള കാര്യം. നമ്മളെപ്പോഴും ഇപ്പം നമ്മളെ ഇപ്പം ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളായപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും എല്ലായിടത്തും ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര പ്രശ്നം കഴിഞ്ഞിട്ടായിരിക്കും വന്ന് നിന്ന് ഇങ്ങനെ ചിരിച്ച് നിൽക്കേണ്ടി വരിക. അപ്പം അതെല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ക്യാരക്ടർ ആയിരിക്കും വിക്ടോറിയ. ഈ സിനിമ അതെ, എല്ലാവർക്കും അവരെ കാണാൻ പറ്റും. ചേച്ചി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം മീനാക്ഷി ഒരു സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ സ്ഥലങ്ങൾ പ്രദർശിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് ആളുകളെ കാണിച്ച സമയത്ത് എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം പുരുഷന്മാരില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് പുരുഷനില്ല എന്ന ചോദ്യത്തിൽ വരെ നമ്മൾ എത്തിയിരിക്കുന്നു. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം അപ്പോൾ അവർ നമ്മളുടെ പ്രസൻസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നും കൂടിയാണല്ലോ. കാരണം അവരെ ആബ്സെൻസ് അവർക്ക് മനസ്സിലായി. അപ്പോ സോ സിമ്പിൾ ആണ് കാര്യം. ഞങ്ങളില്ലാത്ത ഇവരുടെ ഒരു ലോകമോ എന്നുള്ള ഒരു ആകുലത. ടെക്നിക്കൽ സൈഡില് ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാല് ഈ കഥയുടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ആ കഥയെ കൺസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുരുഷ കേന്ദ്രീകൃതമായ ലോകത്തിൻ്റെ എല്ലാത്തരം സമ്മർദ്ദങ്ങളും ആകുലതകളും സന്തോഷങ്ങളും കൊണ്ടുവരുന്ന പെണ്ണുങ്ങളാണ് അവിടെ. അതെ, മനസ്സിലായോ? അവരുടെ കൂടെ ജേർണിയിൽ ഉണ്ടാവുന്ന വിസ്ഫോടനങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ സംഭവിക്കുന്നത്. അപ്പൊ സത്യത്തിൽ അവരെ ആബ്സെൻസ് ഇൻ ദ സെൻസ് ഫിസിക്കൽ ആബ്സെൻസേ ഉള്ളൂ. അതെ അതെ അതെ. പക്ഷെ ത്രൂ ഔട്ട് അവരാണ് നമ്മളിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വിധത്തില്. ഇപ്പൊ എൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഹൈലി പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വീട്ടമ്മയിലേക്ക് ഒതുങ്ങുകയും സ്വന്തം ആവശ്യങ്ങളും ഇഷ്ടങ്ങളും പോലും മറന്നു പോകുന്ന രീതിയിലേക്ക് ആ സ്ത്രീ പരുവപ്പെടുന്നത് ഏത് ലോകത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു കുട്ടി, അവരെ സംബന്ധിച്ച് അവർക്ക് പൊട്ടിക്കരയാനോ റിവോൾട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ല. ആ ലോകം ഉണ്ടാക്കിയത് ആരാണ്? അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീ ജീവിതത്തിൽ നിന്ന് ആബ്സെന്റ് ആയി പോയേക്കാവുന്ന പുരുഷന്മാരെ നമ്മൾ കാണിക്കുന്നത്. അതാണ് എനിക്ക് ആ സ്ക്രിപ്റ്റിന്റെ ബ്യൂട്ടി ആയിട്ട് ഞാൻ കണ്ടത്. സത്യത്തിലെ പുരുഷന്മാരെ അത് മനസ്സിലാക്കിയെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവാണ്. കാരണം വലിയൊരു വിവാദത്തിലേക്ക് എത്തിക്കും. കാരണം അവര് തിരിച്ചറിഞ്ഞല്ലോ, അവര് ആബ്സെൻസ് ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെയാണ് നമ്മൾ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ കുറച്ച് ചെയ്യേണ്ടി വരും. മനസ്സമാധാനമാണ് വലുത് എന്നൊരു സ്ത്രീ ചിന്തിച്ചേക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്കത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ശിവരഞ്ജനോട് ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അതിനെ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ട്. അത് വെച്ചാൽ കോഴീനെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. ഞാൻ ഇൻഫാക്റ്റ് ആനന്ദമായിട്ട് സംസാരിച്ചു, നമ്മുടെ ക്യാമറാമാൻ.
അതിനകത്ത് പിന്നെ ഒരു പുരുഷ ലോകത്തിൽ ഈ കോഴിയെ മൊത്തം ബലി കൊടുക്കുകയാണ്, ആഹ്ലാദപൂർവ്വമാണ് ബലി കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ഷോട്ടിനെ വായിക്കാൻ ഇഷ്ടപ്പെട്ടത് ഈ സിസ്റ്റത്തിൻ്റെ ഇരകളാണ് അവരും. ഞാൻ അങ്ങനെയാണ് അതിനെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതങ്ങനെ കഥയിൽ ഉദ്ദേശിച്ചോ ഡയറക്റ്റ് ഉദ്ദേശിച്ചോ എന്നുള്ളതല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പള്ളിയുടെ നമ്മളൊരു നേർച്ചക്കോഴിയാണ് നേർച്ചക്കോഴിയാണ് അവര്. അത് അവർ മനസ്സിലാക്കുന്നിടത്താണ് നമുക്കൊരു കോ എക്സിസ്റ്റൻസ് സാധ്യമാവുള്ളൂ എന്നും കൂടെ പറയാതെ ആ സിനിമ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പുരുഷന്മാരെ നേർച്ചക്കോഴിയോട് ഉപമിക്കാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കാത്തതാണ്. അവരെ ഈ മാച്ചോ അവരുടെ ഈ അറഗൻസ് എല്ലാം കൊണ്ട് നടക്കുമ്പോൾ അവരും ഒരു ബലിയാട് ആയി തീരുന്നതിൻ്റെയാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അപകടവും ഗുണവും ചെയ്യും. അതിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻഡോഴ്സ് ചെയ്യപ്പെട്ട ചില പ്രിവിലേജുകൾ ഉണ്ട് എന്ന് അവർ തിരിച്ചറിയാത്തതിൻ്റെ അപകടം അവർക്കും ഉണ്ട്. അവർക്ക് നമ്മളെപ്പോലെ വീക്കാവാൻ പറ്റില്ല, ഇമോഷണൽ ആവാൻ പറ്റില്ല, വൾണറബിൾ ആവാൻ പറ്റില്ല എന്ന് അതുങ്ങൾ സ്വയം വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അപകടം അവർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം നമുക്ക് പറയാനൊന്നും പറ്റില്ല. അല്ല, പുരുഷന്മാരുടെ സങ്കടവും സങ്കടം എന്നുള്ളത് പൊതുവെ കാണിക്കുന്നില്ല എന്നുള്ളതല്ലേ. എല്ലാ ഫീലിങ്സും അവരും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. സ്ത്രീയെ പോലെ സങ്കടങ്ങളുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുറമേ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ ഒരു മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. മാറ്റി നിർത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ഇരകളാണ് നമ്മൾ. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ അത് സ്ത്രീനെ മാത്രമല്ല ബാധിക്കുന്നത്, പുരുഷനെയും ബാധിക്കുന്നതാണ്. അപ്പം എനിക്ക് അത് ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പാവങ്ങൾ സ്വയം ബലിയാടാവുന്നത് പോലെ അറിയുന്നില്ല. സ്വന്തം ബലികർമ്മത്തെ പോലെ ആഘോഷിക്കുന്ന നിഷ്കുകൾ എന്നാണ് ഞാൻ അതിനെ വായിച്ചത്. യാത്രകൾ ഒരുപാട് അനുഭവങ്ങൾ തരുന്നു, യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാൾ യാത്ര? നേപ്പാൾ യാത്ര ഇതുപോലെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു യാത്ര പോകുന്നത്. ജൻസി തരംഗം അവിടെ ഉണ്ടോ? ജൻസി തരംഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജൻസി തരംഗം എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബീഹാറിലും കാണുന്നത് അതാണല്ലോ. അപ്പോൾ അവിടെയും അവരായിട്ട് ഞാൻ കുറച്ച് പേരോടൊക്കെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും പല ജോലിയിലുള്ളവർ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ആ ബിറ്റർനെസ് ഉണ്ട്. ഭയങ്കരമായിട്ട് അവർ അസ്വസ്ഥരാണ്. കാരണം ഒരു 3 കോടിയേക്കാളധികം ജനമുള്ളൂ. അതിൽ 1.1 കോടി ജനം പുറത്താണ്. ബഹുഭൂരിപക്ഷം തൊഴിലാളികൾ ഇന്ത്യയിലാണ്. അപ്പം അത്രയും വരുന്ന ഒരു റെമിറ്റൻസ് കൊണ്ടാണ് ആ ജീവിതം പോകുന്നത്. കാരണം അവിടെ ഒന്നും പ്രൊഡക്ഷൻ ഇല്ല. സമീപഭാവിയിലും നമ്മളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. സ്വന്തം രാജ്യത്ത് ഓരോ ഉൽപ്പാദനങ്ങളും ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസാണത്. അപ്പോൾ അതിനെ നമ്മൾ ജൻസി വിപ്ലവം എന്നൊക്കെ ചുരുക്കി കെട്ടുന്നതിൽ ഭയങ്കര അപകടമുണ്ട്. സത്യത്തിൽ തൊഴിലില്ലായ്മയും ജീവിത മാർഗം മുട്ടിപ്പോകുന്നതും അധിക ഇൻഫ്ലേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മളതുപോലെ തന്നെ. അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നമാണ് അവരനുഭവിക്കുന്നത്. ഈ സിനിമയുടെ അവസാനം വിക്ടോറിയ ഇറങ്ങുന്ന സമയത്ത് കോഴിയും കൂടെ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കോഴിയെ അവിടെ ഉപേക്ഷിക്കായിരുന്നു, അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്ന് കരുതാം, അല്ലെങ്കിൽ കൊടുത്ത ആൾക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ അത് തിരിച്ചെടുക്കാം എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ ഇതിനെ കൂടെ വേറെ ഒന്നിനെ കഴിഞ്ഞും ഇതിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ സിനിമയിൽ മെയിനായിട്ടും കാണിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അവർ പോകുന്ന ഒരു ജേണിയാണ് ഇമോഷണലി, മാനസികമായിട്ട് നമ്മളൊരു കൺവിക്ഷനിലേക്ക് എത്തുന്നതാണ് നമ്മുടെ. അതുപോലെ തന്നെ അതിന് ഈ കോഴി സാക്ഷിയാവുകയാണ്. അപ്പോൾ ആ കോഴിയുടെ പ്രസൻസും അവളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അന്ന് അവൾക്കൊരു സപ്പോർട്ട് പോലെ ആ കോഴിയെ നിൽക്കുന്നുണ്ട് അവിടെ. കോഴിയുടെ പ്രസൻസ് അവൾക്കൊരു പുണ്യാളൻ്റെ ഒരു പ്രസൻസ് പോലെ ആണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ കുറച്ചും കൂടെ ഫെയ്ത്ത് എന്നുള്ളൊരു ഐഡിയ ഉണ്ട് അവിടെ, വിക്ടോറിയയുടെ വിശ്വാസം എന്നുള്ളൊരിത്. അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു വിശ്വാസത്തിനപ്പുറത്ത് ഒരാൾക്ക് വളരെ പേഴ്സണലായിട്ട് തോന്നുന്ന ഫെയ്ത്ത് എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ആ കോഴിയും ചേർത്ത് പിടിക്കുക എന്നുള്ള രീതിയിലാണ് അവൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യം വരുന്ന സമയത്ത് അവളൊരു കവറിലിട്ടാണ് വരുന്നത്. അവസാനം പോകുമ്പോൾ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അതെനിക്ക് ആ ഒരു ക്യാരക്ടറിലുള്ളൊരു ചേഞ്ചാണ്. പിന്നെ നമ്മളും നമ്മളുടെ തീരുമാനങ്ങളിൽ വരുന്ന നമ്മളും ചില മുഖമൂടികൾ അഴിച്ചു വയ്ക്കുന്നു, ചില മതിലുകൾ പൊളിക്കുന്നു, അങ്ങനെ. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു കാര്യമായിട്ടാണ് അത് വരുന്നത്. പിന്നെ അതല്ല, നമ്മൾ കോഴികളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ചേച്ചി കോഴിയെ തന്നെ പിടിച്ചിരിക്കുകയാണല്ലോ. എന്തെങ്കിലും കോഴി അനുഭവം ഉണ്ടോ ചേച്ചി? ഞാനതിനൊന്നും കളിയാക്കുന്ന കോഴികളെ ചേർത്ത് പിടിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതെന്താ അങ്ങനെ ഒരു പ്രത്യേക കോഴികളെ ചേർത്ത് പിടിക്കണം? നമ്മൾ കോഴികളെ 2 രീതിയിലാണ് കാണുന്നത്. 2 രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്നവരുണ്ട്, കഴിക്കുന്നവരുണ്ട്, പിന്നെ നമ്മൾ ചില ഇതിനെ ഉപമിക്കാൻ കോഴികൾ ഉപയോഗിക്കും. ചേച്ചി ഇതിൽ ഏതിൻ്റെ കൂടെയാണ്?
അതിനാദ്യം ആൻസർ ചെയ്യും. ഇതിൽ ഏത് കോഴിയുടെ കൂടെയാണ് ചേച്ചി? എനിക്ക് 3 കോഴികളെ ഇഷ്ടം. 3 കോഴികളെ ഇഷ്ടമാണ്. ഒരു തർക്കമില്ല അതില്. ഇല്ല. കോഴികളില്ലെങ്കിൽ എന്ത് വിരസാണ് ഈ ലോകം. മതി പടം ഹിറ്റ്. അതെ, ചേച്ചി ഒറ്റ ഒരാൾ കാരണം ഈ പടവും ഇന്റർവ്യൂ ഹിറ്റാണ്. എങ്കിൽ 3ാമത്തെ ടൈപ്പ് കോഴികളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അവർ സത്യസന്ധരാണല്ലോ. എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കോഴികളെ ഇഷ്ടമില്ലാത്തതുള്ളൂ. ഉള്ളതോ ഞാനൊരു കോഴിയാണ് എന്ന് പറഞ്ഞു വരുന്ന കോഴികളോട് എനിക്ക് റെസ്പെക്റ്റാ. ഓപ്പണാണ് അവര്. അല്ല, വഴിയരികിൽ നിന്ന് പഞ്ചായത്ത് അടിക്കുന്ന ചില കോഴികളുണ്ട്. ഫ്ലർട്ടിങ് അല്ലാത്ത ഏത് മനുഷ്യരുള്ള ഫ്ലർട്ടിങ്ങിനെ നമ്മൾ മോശമായി കാണുന്നത് അത് മോശമായ രീതിയിൽ ഒരു മനുഷ്യനെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. അതർവൈസ് ഫ്ലർട്ടിങ് ഇല്ലെങ്കിൽ ഒക്കെ ജീവിതം എന്തും വിരസതയുള്ളതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം. നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഡിസയർ ഉണ്ട്. അതിന് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നത്? സ്ത്രീകളുടെ ഡിസയറിനെയും പ്രണയത്തിനെയും കാമത്തിനെയും ഒന്നും ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോകം മാറ്റാൻ പറ്റില്ല. അതിന് ബോൾഡായിട്ട് പറയാൻ പറ്റുക എന്നുള്ളത്, നമ്മളത് പ്രാക്ടീസ് ചെയ്യോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടി നിർമ്മമതയിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കാണ് കുറച്ചും കൂടി നമ്മുടെ ഈ കെയോസ് കുറയും. മനുഷ്യബന്ധങ്ങളിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ടെക്നിക്കലി വളർന്ന ബോധങ്ങൾ സാംസ്കാരികമായിട്ട് വളരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ക്രൈസിസ്. കാരണം നമ്മൾ എപ്പോഴും പേടിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ അറ്റാക്കാണ്. അങ്ങനെ ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് ആ വീഡിയോ വന്നാൽ മതി, അതിന്റെ താഴെ ഒന്ന് ഏജിസം വരും. തള്ള എന്ന് പറയണ കേട്ടില്ല, തള്ളാന്ന് പറഞ്ഞിട്ട് തുടങ്ങും. സത്യമല്ലേ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പരിവർത്തനം മനുഷ്യർക്ക് ഉണ്ടാകുന്നിടത്ത് ഇതെല്ലാം നമ്മൾ പറയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യബന്ധങ്ങൾക്ക് ഒരു ഈസിനെസ് വരുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു എക്സൈറ്റ്മെന്റും ഇല്ല, ആങ്സൈറ്റിയും ഇല്ല. ഫ്ലർട്ട് ചെയ്യുന്ന മനുഷ്യരൊന്നും മോശക്കാരായിട്ട് കാണുന്നില്ല. ഞാൻ കോഴിയാണെന്ന് പറയുന്ന ഒരാളെ, ആണായാലും പെണ്ണായാലും, ഇവിടെ കോഴികളും ഇല്ലേ? കോഴികൾ മാത്രമല്ല. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വകവെച്ച് കൊടുക്കുന്ന ഒരു സ്പേസ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആള് സംസാരിക്കുന്ന പോലെ തന്നെ. പിന്നെ ഞാനിനി പിടക്കോഴി ആവാൻ വേണ്ടി പഠിച്ചോണ്ടിരിക്കുകയാണ്. നല്ലപോലെ കൂവാൻ പഠിക്കണം. അപ്പം ചേച്ചിയുടെ അച്ചാറും വട്ടപ്പൊട്ടും കാണുമ്പോ അടുത്ത കമന്റ് വരാൻ പോകുന്നത്, കണ്ടില്ലേ കുലസ്ത്രീ ഇരുന്ന് കോഴികളെ പറ്റി സംസാരിക്കുന്നത്. കുലസ്ത്രീക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറയാം. ഈ അടുത്തിടയ്ക്ക് റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്, കുലസ്ത്രീ. അതിനെ മോഡേൺ കുലസ്ത്രീ ആയപ്പോഴാണ് പലപ്പോഴും പ്രശ്നമായത്. ചേച്ചിയുടെ സങ്കല്പത്തിൽ എന്താണ്, അല്ലെങ്കിൽ ചേച്ചി പറയുന്ന കുലസ്ത്രീ എന്താണ്? അത് നിങ്ങളെ വേഷമല്ല, നിങ്ങളെ ബോധം തന്നെയാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നത്, ഞാനൊരു കുലസ്ത്രീയായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അത് എൻ്റെ മാത്രം വ്യക്തിപരമായ ചോയ്സ് ആയിരിക്കുന്നിടത്തോളം എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എല്ലാ സബ്മിസീവ്നെസ്സും ആണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടുന്നത് അതാണ് എന്ന് സ്ഥാപിക്കാനും അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാനും ഡിമാൻഡ് ചെയ്യാനും തുടങ്ങുന്നിടത്ത് മാത്രമേ എനിക്ക് പ്രശ്നം വരുന്നത്. അല്ലാതെ നിങ്ങളെ വേഷമോ അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ജീവിത രീതികൾ നിങ്ങളുടെ ചോയ്സാണ്. അതിനൊന്നും ഞാൻ ഒരിക്കലും മോശമായിട്ടോ അതിനെനിക്കൊരു വിമർശനം പോലും ഇല്ല. പക്ഷെ ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ഡിഫൻസും ഒഫൻസും ഒക്കെ വരുന്നുള്ളൂ. ശരിക്കും ഈ കുലസ്ത്രീ എന്ന വേർഡ് കുലത്തെ സംരക്ഷിക്കുന്നവൾ എന്നുള്ളതാണ് മീൻ ചെയ്യണത്. പക്ഷെ അതിനെ പല രീതിയിൽ, അതായത് ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആൾ ഇവിടെ കുലസ്ത്രീ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും കുലസ്ത്രീ എന്നൊരു വേർഡിൻ്റെ അർത്ഥമാണ് ഞാൻ ചോദിക്കുന്നത്. കുലസ്ത്രീ എന്ന് നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് പൊതുബോധത്തിന് അകത്ത് തന്നെ നിൽക്കുന്ന, അപ്പോൾ ഒരു സ്ത്രീ എന്തായിരിക്കണം എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പുകളുണ്ട് നമുക്ക്, അല്ലേ? ഇപ്പം നമ്മൾ ഓടി വന്നു, ഞാനിപ്പോൾ കാല് കയറ്റി വെച്ച് ഇങ്ങനെ ഞെടിഞ്ഞിരുന്നു സംസാരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ പ്രശ്നത്തിലാവും. ഈ സ്ത്രീ എന്തെങ്ങനെ ഇരിക്കുന്നേ, സാരി കൊടുത്ത് മുടി അഴിച്ചിട്ട് അവരെ ഇരിപ്പ് കണ്ട് ഞാൻ പറഞ്ഞാൽ ഈ സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കേണ്ടി വരുന്നതാണ് സ്ത്രീകളുടെ ഒരു വല്ലാത്ത സമ്മർദ്ദം. നമ്മളതല്ല എന്നിപ്പോൾ ഈ കുട്ടി പറഞ്ഞല്ലോ, അവരെ ക്യാരക്ടറും അവരും ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ സ്ത്രീ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു ഡ്യുവാലിറ്റി ഉണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ. ഞാനല്ലാത്ത ഒന്നായിട്ട് എന്നെ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. എനിക്കറിയാം ഓരോ സ്പേസിലെ എനർജി എന്നെ ചിലത് പഠിപ്പിക്കും. അപ്പം എനിക്കറിയാം ഇവിടുത്തെ കുറേ മനുഷ്യരുടെ എക്സ്പ്രഷനിൽ നിന്ന് അറിയാം ഇവിടെ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇങ്ങനെ ഒരു പെരുമാറ്റം ഡിസൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു ജീവി ഭൂലോകത്ത് സ്ത്രീകളെ ഉള്ളൂ, സ്വന്തം സ്വാഭാവികതയിലല്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ. അപ്പം ഈ ഡ്യുവാലിറ്റി കൊണ്ട് നടക്കുന്നതിൻ്റെ ക്രൈസിസാണ് പൊതുവെ സ്ത്രീകൾക്കുള്ളത്. കാരണം എവിടെയെങ്കിലും ഇത് പൊട്ടും.
കാരണം അതിങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മളുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ എത്തും. അവിടെയാണ് ഈ ക്ലാഷുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പൊട്ടാത്തിടത്തോളം വരെ നമ്മൾ ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്, വീട്ടിലൊക്കെയാണ്, നാട്ടിലൊക്കെയാണ്. അവരെ കണ്ട് പഠിക്കണം. അപ്പം നമ്മൾ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാത്തടത്തോളം നിങ്ങൾ കുലസ്ത്രീയാണ്. മനസ്സിലായോ? അപ്പം കുല എന്ന് പറഞ്ഞത് കുലധർമ്മങ്ങളെ. അപ്പം കുലധർമ്മം എന്താണെന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സർവം സഹയായത് പെണ്ണ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സർവം സഹയായ ഒരു പുരുഷൻ ഭാവം നിങ്ങൾ എവിടെയും ഹിസ്റ്ററിയിലില്ല, ദൈവങ്ങളിലില്ല, ഒന്നുമില്ല. പിന്നെ രുദ്രയാണ്. സർവം സഹയായിട്ടുള്ള പെണ്ണും പിന്നെ രൗദ്രതയുള്ള ഒരു ദേവിയും ഉണ്ടാവും. പക്ഷേ ഈ മൂന്നിനെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ടാണ് എപ്പോഴും പുരുഷ ദൈവങ്ങളെ തന്നെ നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം അവിടെ നിന്ന് തുടങ്ങി നമ്മളെ ഡിസൈൻ്റെ പ്രശ്നങ്ങൾ. അപ്പം അതിനെ നമ്മൾ ബോധപൂർവം ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. പാർലറിൽ പുരുഷന്മാരില്ല എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനൊരു മറുചോദ്യം കൂടെ ഉണ്ട്. യൂണിസെക്സ് സലൂൺ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അങ്ങനെ എപ്പോഴും ചിന്തിച്ചോ? ഇല്ല. വിക്ടോറിയ മാത്രമായിരുന്നു അവിടെ. അല്ല, ഇതിനകത്ത് എൻ്റെ കൗതുകം തന്നെ ഇത് ഈ ലേഡീസ് ഓൺലി പാർലറിൽ ഒരു റൂസ്റ്ററിനെ ഒരു പൂവൻകോഴിയായിട്ട് നമ്മൾ വരുന്നതിലുള്ള ആ ഒരു അബ്സേർഡിറ്റിയിലായിരുന്നു. അത് യൂഷ്വലി ആണുങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു പൂവൻകോഴി അന്ന് വരുന്നു എന്നുള്ളതിലായിരുന്നു എനിക്കിത് എഴുതുമ്പോൾ തന്നെയുള്ള കൗതുകം. പിന്നെ അതിനകത്ത് ആണുങ്ങളെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. പാർലറിൽ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ആണുങ്ങളെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അവിടുത്തെ ആ സീനുകളിലൊന്നും തന്നെ പുരുഷന്മാർ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സിനിമയിൽ ചേഞ്ച് വരാനോ നറേറ്റീവിന് ഒരു മാറ്റം കൊണ്ടുവരാനോ ഒന്നും സാധ്യത ഉണ്ടായിരുന്നില്ല. ഈ ബ്യൂട്ടി പാർലറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും ബ്യൂട്ടി പാർലർ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പാർലറിൽ പോയി ചെയ്യുന്ന എന്തായിരിക്കും? പാർലർ പോയി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് സംസാരിക്കാനും ആളുകൾ വരുന്നത് കേൾക്കാനും എനിക്ക് തോന്നുന്നു ആ ഒരു സന്തോഷം തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള രസമാണ്. മീൻസ് സെൽഫ് കെയറിന്റെ ഭാഗമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ പാർലറിൽ പോകാറില്ലേ? മീൻസ് പാർലറിലൊക്കെ പോകാറില്ലേ? അതെ. എനിക്ക് തോന്നുന്നു മസാജൊക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര നമ്മൾ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത്, എസ്പെഷ്യലി കാല് മസാജ്, പെഡിക്യൂർ പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും അധികം നമ്മളെ കാമാക്കുന്ന. അങ്ങനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്യൂട്ടി പ്രൊഡക്റ്റ് ഏതായിരിക്കും? 3 പേരോടും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ. പ്രോഡക്റ്റ് അങ്ങനെ സൺസ്ക്രീൻ ഞാനങ്ങനെ റെഗുലർലി ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല. സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴെങ്കിലും കൃത്യമായിട്ട് തുടങ്ങണം, മറ്റേ AM PM റുട്ടീനൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെയും പ്രശ്നം അത് തന്നെ. എനിക്ക് അങ്ങനെ ഒരു സ്കിൻ റുട്ടീൻ ഇല്ല. അപ്പൊ അത് പുറത്തേക്ക് പോകുമ്പോ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എല്ലാരും പറഞ്ഞ സൺസ്ക്രീൻ ഒക്കെ ഇടണമെന്ന് പറയുന്നോണ്ട് ആക്ച്വലി മീനാക്ഷി പരിചയപ്പെട്ട പിന്നെ മീനാക്ഷി ചെയ്യുന്നത് കാണുമ്പോൾ വളരെ റിലീജിയസ്ലി എല്ലാ ദിവസവും മീനാക്ഷി കാണുമ്പോഴേ അറിയാം കെയർ ചെയ്യും. എനിക്ക് പറഞ്ഞ പോലെ തന്നെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു അയ്യോ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, ഇതൊരു നമ്മളൊരു അതൊരു ശീലമാക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റാറില്ല. അങ്ങനെയാണ് പ്രശ്നം. മീനാക്ഷിയുടെ സ്കിൻ റുട്ടീൻ എന്തൊക്കെയായിരിക്കും? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകും, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. പിന്നെ ആദ്യമൊക്കെ ഞാൻ സിറം അത് ഇതൊക്കെ ഉപയോഗിക്കായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ഏറ്റവും കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസറും, പിന്നെ രാത്രി മോയ്സ്ചറൈസറും. കറക്റ്റ് റൂട്ടീൻ. ചേച്ചി ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഉണ്ടോ ചേച്ചി? ഇങ്ങനെ തുടങ്ങി. ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് റെറ്റിനോൾ. ചേച്ചി റുട്ടീൻ ഉണ്ടോ? സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെ ഉണ്ടോ? സാധാരണ ബ്രഷ് ചെയ്യുമ്പോൾ മുഖം കഴുകുമല്ലോ. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു പണ്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെയിലൊക്കെ കൊണ്ടുപോയി എനിക്ക് പെട്ടെന്ന് കരുവാളിക്കും, സൺ ടാൻ പെട്ടെന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി തൈര്, കടലമാവ്, മഞ്ഞൾ അതും ഇട്ടിട്ട് മുഖത്ത് തേച്ച് കഴുകിക്കളയാം, തുകയൊക്കെ. ഇതാണ് ആകെ എനിക്ക് പണ്ടും ഇന്നും അറിയാവുന്ന ഒരു സൊല്യൂഷൻ. അതാണ് സൗന്ദര്യ രഹസ്യം എന്നുള്ളതാണ്. അയ്യോ ഈ സൗന്ദര്യം എന്ന് തന്നെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? സൗന്ദര്യത്തിന്റെ അല്ല, ഇതാണ് എനിക്ക് ആകെ അറിയാവുന്ന ഒരു മെത്തേഡ് സ്കിന്ന് കെയർ ചെയ്യുന്നതിൽ. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ബ്രഷ് ചെയ്യുമ്പോൾ മുഖം കഴുകും. വീട്ടിലാണെങ്കിൽ പിന്നെ മുഖം തന്നെ കണ്ണാടി നോക്കുന്ന പ്രശ്നമില്ല.
ആ സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ കാണുന്നതേ ഉള്ളൂ. പിന്നെ പുറത്തു പോകുന്നവരും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് വരുന്ന ദിവസമാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ മോയ്സ്ചറൈസർ ഇടും, പിന്നെ സൺസ്ക്രീൻ ഇട്ട് ഇച്ചിരി ഫൗണ്ടേഷൻ ഇടും. കണ്ണെഴുതി പൊട്ട് വയ്ക്കൽ എല്ലാ കാലത്തും ഉള്ളതാണ്, അതിപ്പോഴും തുടരുന്നു. പൊട്ടാണ് മെയിൻ. പൊട്ടും കണ്ണെഴുതും എന്നുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളതൊരു കാര്യമാണ്. ഇപ്പൊ ഈ സ്ത്രീയുടെ സൗന്ദര്യം ബ്യൂട്ടി പാർലറെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കിൻ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാതെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പൊ ചേച്ചി അങ്ങനെ കരുതുന്നുണ്ടോ സ്കിൻ കെയറും ബ്യൂട്ടി പ്രൊഡക്ട്സും ആണ് സ്ത്രീനെ ഒരു സൗന്ദര്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്? ഇന്നും ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ആണും പെണ്ണും മാർക്കറ്റിൻ്റെ ശരീരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത് സ്ത്രീ മാത്രമല്ല, ഇന്നിപ്പോൾ എല്ലാ അർത്ഥത്തിലും മാർക്കറ്റ് നമ്മളെ ഇങ്ങനെ കോംപ്ലക്സിൽ എത്തിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ഇപ്പോൾ കറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നു, അതിൻ്റെ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ് കൂടി വരുന്ന അതേ സമയം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രം എനിക്കാണ് 100 കണക്കിന് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കുകൾ കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു കോൺട്രാസ്റ്റ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് ശരീരത്തിൻ്റെ വെളുപ്പല്ല, നമ്മുടെ വടിവല്ല എന്നൊക്കെ പറയുമ്പോഴും വി ആർ ഫോഴ്സ് ടു. ഇപ്പം ഞാനൊക്കെ വരുമ്പോൾ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നീ എന്ത് ഇങ്ങനെ നടക്കണം. ഇപ്പം ഞാൻ ഡൈ എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് മൂടുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പം നീ ഒരു നടിയല്ല, അപ്പം ഒരു നടി ആവുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ കുറേ കാലം എനിക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ സ്വാഭാവികമായിട്ട് ആ ഒഴുക്കിലേക്ക് നിൽക്കും. പിന്നെ നിങ്ങൾ അങ്ങനെ നിൽക്കാതെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾ അതിന് മാത്രം പോട്ടെ, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഓക്കെ ആവുന്ന ഒരു ലോകത്തേക്ക് ഞാൻ വളരണം. അതിന് മാത്രം വളർച്ച എനിക്കില്ല. അപ്പൊ ഞാൻ ചില പൊടിക്ക് സ്ട്രാറ്റജിയാണ് അതൊക്കെ. അല്ല, അതിൽ പ്രധാന കാര്യം പറ്റണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഏജ് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിങ്ങനെ എനിക്കത് അതിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ബ്യൂട്ടി എന്ന് നിങ്ങൾ അഗ്ലി എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു മണിയാണ്. അപ്പം ബ്യൂട്ടി എന്ന് പറയുന്നത് മണിയും കൂടിയായിട്ട് മാറിയിട്ടുണ്ടെന്നോ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സ്കിന്നും ഹെയറും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇന്ന് ഇവർ പറയുന്ന ഈ സംഗതികൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലും നിങ്ങൾ ഇന്ന് ജാതിയിൽ നിന്ന് മനുഷ്യരെ പുറത്ത് നിർത്തുന്നത് പോലെ തന്നെ സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന മനുഷ്യരെല്ലാം ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാതെ നമ്മൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിൽ വെച്ച് നടക്കുന്നു നല്ലത്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കേണ്ട. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് എല്ലാ കുട്ടികളും ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ബ്യൂട്ടി പാർലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രതലത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ സംബന്ധിച്ച് അവരുടെ അംബിഷൻ വേറെ ഇല്ലാഞ്ഞിട്ടോ പാഷനേറ്റോ അല്ലാഞ്ഞിട്ടല്ല, ആ പശ്ചാത്തലത്തിൽ വരുന്ന ഒരാൾക്ക് ഒരു ഇൻകം ഇമ്മീഡിയറ്റ്ലി ഏൺ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ആക്സസബിൾ ആവുന്ന ജോലികൾ എന്നുള്ളത്. അപ്പം ഇങ്ങനെ പലതരം ലെയറിലാണ് ഈ ജീവിതങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് മോശം, ഇത് തെറ്റ്, ഇത് ശരിയെന്നും പറയാതെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോയി ചെയ്യൂ, എത്ര ഉള്ളൂ അതിനകത്ത്. എന്തായാലും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്, ആണായാലും പെണ്ണായാലും. അത്രേ ഉള്ളൂ. വിക്ടോറിയ ശക്തമായിട്ടുള്ളൊരു സ്ത്രീ ക്യാരക്ടറിനെയാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആളുകൾ ഇനി അഭിപ്രായം പറയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.